താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. സുരേഷ് ഗോപി സാറ് ഇവിടെ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം മാറ്റിവെച്ച് ഈ നാടിന് വേണ്ടി ഒരുപാട് കാര്യം ഇതുവരെ ചെയ്തതുപോലെ തന്നെ അതിലുപരിയായി അധികാരം ഉപയോഗിച്ച് ഒരുപാട് കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹൃദയശുദ്ധി ഉള്ള പരിപൂർണതയിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി എൻ്റെ യാത്ര കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം എന്നെപ്പോലെ മറ്റുള്ള ആൾക്കാരിലേക്കും പകർന്ന് കിട്ടുമാറാകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ളതും അതുതന്നെയാണ്. രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ളതും അതുതന്നെയാണ്. പിന്നെ പോകുന്ന വഴിയിൽ എൻ്റെ യാത്രാ ചെലവിൻ്റെ കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എനിക്ക് അധികം ജോലിയില്ല, വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് സൂചിപ്പിച്ചതാണ്. വീണ്ടും ഒന്നുകൂടി സൂചിപ്പിക്കുന്നത് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ യാത്രാ ചെലവ് ഇപ്പോൾ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ ഈ ഉന്തുവണ്ടിയും കൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് 30 കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്യാൻ സാധിക്കൂ. 30 കിലോമീറ്റർ വടക്കേണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ എത്തിപ്പെടുന്നത് വല്ല കാട്ടിൽ ആയിരിക്കാം. പുലിയൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ അവിടെ 30 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിന് പകരം എനിക്കൊരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്ത് എന്നോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സൈക്കിൾ എനിക്ക് ക്രിയേറ്റ് തരികയാണെങ്കിൽ അവിടുന്ന് സൈക്കിളാണെങ്കിൽ 100 കിലോമീറ്റർ പോകാൻ പറ്റും. നമുക്കൊരു അപകട ഭീതിയില്ല, യാത്ര ചെയ്യാം. ഏകദേശം ഒരു മാസം കൊണ്ട് എനിക്ക് അവിടെ എത്താനും പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സഹായം എനിക്ക് തൃശ്ശൂരുള്ള ഈ യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാർ, ജനങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്നതിൻ്റെ ഒരു അപേക്ഷയുണ്ട്. നമസ്കാരം. തൃശ്ശൂരിൽ നിന്നാണ് ഒരു ഷാലു എന്ന് പറഞ്ഞ വ്യക്തി അയോധ്യയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഇത് ഒരു പള്ളിയോടമാണ്. പള്ളിയോടം അതായത് ഒരു പുഴയിലിറക്കിയാൽ തുഴഞ്ഞു കൊണ്ടുപോകാം. അത്ര രീതിയിൽ ഒരു കളിപ്പാട്ടം പോലെ വലുതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുള്ളൂ. ഈ പള്ളിയോടവുമായി തള്ളി അയോധ്യ വരെ പോവുകയാണ് ഷാലു എന്ന് പറഞ്ഞ വ്യക്തി. ഈ വ്യക്തിയുടെ ഒരു ആവശ്യം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ പോയി ശ്രീരാമനോട് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി, തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആത്മസമർപ്പണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പള്ളിയോടവും അതിൻ്റെ തുഴയുമായിട്ട് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം കോട്ടയത്ത് നിന്ന് യാത്ര തിരിച്ച് അയോധ്യ വരെ ആണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. ഇതാണ് അദ്ദേഹം പോകുന്ന വണ്ടി. പല സന്നദ്ധ സംഘടനകളും സഹായിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമല്ല, മോദിയെ കാണാനും UP-യിൽ യോഗി ആദിത്യനാഥിനെ കാണാനും അവരോട് തൻ്റെ സങ്കടങ്ങൾ പറയാനും, സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ എല്ലാവരുടെയും, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ, എത്രയും നല്ല മനുഷ്യത്വമുള്ളൊരു വ്യക്തിയെ തൃശ്ശൂർ ജയിപ്പിക്കാൻ സഹായിക്കണം എന്ന് ഈ 3 പേരോടും പ്രാർത്ഥിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു നടന്ന് തന്നെ അതായത് സ്വന്തം ആയിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഇദ്ദേഹം സ്വന്തം പൈസ കൊണ്ട്, പണിയെടുത്ത പൈസ കൊണ്ട് പള്ളിയോടം നിർമ്മിച്ച് ഇത് അയോധ്യ വരെ എത്തിക്കുന്നത് സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയത്തിന് വേണ്ടിയാണ്. തൃശ്ശൂർക്കാർക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും നല്ല ഒരു സാമാജികനെ തൃശ്ശൂർ സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനയും നടത്തിക്കൊണ്ടാണ് ഇദ്ദേഹം യാത്ര തിരിക്കുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര ഉദ്ദേശമെന്നും മറ്റും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ചോദിക്കാം. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ഷാലു EP എന്നാണ്. വീട് എവിടെ? തൃക്കൊടിത്താനമാണ്, ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം. ചങ്ങനാശ്ശേരി. ഇതെന്താണ് ഇത് സംഭവം? ഇത് വഞ്ചിയൊക്കെ ആയിട്ട് എവിടെ പോണതാ? ഞാൻ അയോധ്യയിലേക്കുള്ള ഒരു കാൽനട യാത്രയാണിത്. അതായത് നമ്മുടെ സുരേഷ് ഗോപി സാറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു യാത്രയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തിനാണ് ഇത് സമർപ്പിക്കുന്നത്? അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെയുള്ള പ്രവർത്തനത്തിൽ ഞാൻ വളരെ ആകർഷകനാണ്. അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വളരെ കുറവാണ് എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ തുടരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തൃശ്ശൂരിൽ നിന്നിട്ട് അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ തോൽപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവവാസങ്ങൾ അറിയാമല്ലോ. അതായത് നമ്മൾ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മളെ ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് ഭരിച്ച് അവരെ ഒരു മത സൗഹാർദ്ദമില്ലാത്ത രീതിയിലാക്കി മാറ്റി ഇത്രയും കാലം കേരളം ഭരിച്ച ആൾക്കാർ വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വോട്ട് കിട്ടാതിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം തീർച്ചയായിട്ടും ജയിച്ചിരിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ഒരു ജീവിത സമർപ്പണം കൂടിയാണ് ഈ യാത്ര.
ഇത് അയോധ്യയിൽ ശ്രീരാമന് സമർപ്പിച്ചിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിനായിട്ട് താങ്കൾ പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന ഏത് സമയത്ത് എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് ഇത്ര ആരാധന തോന്നാൻ കാരണം? കേരളത്തിന് വേണ്ടിയും ഒരു പക്ഷേ തൃശ്ശൂരിന് വേണ്ടിയും ഇത്രയധികം പ്രയത്നിച്ച ഒരു ഹിന്ദു സംഘടനയിലുള്ള, അതായത് BJP സംഘടനയിലുള്ള അംഗം എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സ്വന്തം നിലയിൽ ഏറ്റവും കൂടുതൽ സ്വന്തം പണം ഉപയോഗിച്ച് ഒരുപാട് പാവങ്ങളെ സഹായിച്ചു. പാവപ്പെട്ടവരിപ്പോൾ കേരളത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണത്തിനൊരു മാറ്റം വരുത്തണം. മോദിജിയുടെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമുണ്ട്, അത് നമ്മുടെ കേരളം ഉൾക്കൊണ്ട് തൃശ്ശൂരിൽ അദ്ദേഹത്തെ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അയോധ്യയിലെത്തി ശ്രീരാമനോട് ഇത് സമർപ്പിച്ച ശേഷം എന്താണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചേക്കണേ, ഒന്ന് പറയൂ. എൻ്റെ നാട്, എൻ്റെ ഭാരതം, എൻ്റെ എല്ലാ ഭാരതീയർക്ക് വേണ്ടിയും ഉള്ള ഒരു പ്രാർത്ഥനയും സമർപ്പണവുമാണ് എൻ്റെ ഈ യാത്ര. പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മുടെ കേരളം ഏറ്റവും പിന്നോക്കാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണവ്യവസ്ഥയുടെ മോശം പ്രകടനം കാരണം അതിലൊരു മാറ്റം വരണമെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഹൃദയമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വിജയിച്ച് വന്നെങ്കിൽ മാത്രമേ കേരളത്തിനും ഒരു മുൻപോട്ടൊരു പോക്ക് സാധ്യമാകുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഒരുപാട് മുമ്പോട്ട് പോയി, നമ്മളിപ്പോഴും പുറകിലാണ് നിൽക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റവും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എല്ലാവർക്കും വേണ്ടിയും, ഭാരതത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ആറന്മുള പള്ളിയോടം സമർപ്പിക്കുക എന്നുള്ളത്. ശ്രീരാമന് ഇത് സമർപ്പിച്ചാൽ ശ്രീരാമൻ ഈ പ്രാർത്ഥന കേൾക്കും എന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും എനിക്കതുണ്ട്. കാരണം 18 വർഷമായിട്ട് നടക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. ബൈക്കിൽ മാത്രം യാത്ര ചെയ്ത മനുഷ്യനാണ്. ഇന്ന് ഒരു ദിവസം 30 കിലോമീറ്റർ ഈ വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുന്ന നടക്കാൻ അദ്ദേഹം എനിക്ക് ശക്തി തന്നെങ്കിൽ ആ ഒരു വിശ്വാസം എന്നിൽ എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ഈ കാണുന്ന ആൾക്കാർ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഭാരതത്തിലെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ എത്രയോ മുസ്ലിങ്ങൾ ഇപ്പം അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. വിശ്വാസം എന്നത് അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഹൃദയം ഞാൻ സുരേഷ് ഗോപി സാറിന് വേണ്ടി സമർപ്പിച്ചുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യാത്രയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ഭാരതം എന്നത് ഒരു ആർഷഭാരത സംസ്കാരമുള്ളതാണ്. വളരെ കാലം മുമ്പ് ഹിന്ദുക്കളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തീമിലാണ് ഞാനിത് മുമ്പോട്ട് പോകുന്നത്. ഭാരതത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭാരതീയരാണ്. മറ്റു മതസ്ഥരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് അവരെല്ലാം പിന്നീട് വന്നവരാണ്, അവരെ ഒരിക്കലും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. എല്ലാവർക്കും വേണ്ടിയുള്ള, സകല ജാതി മതസ്ഥർക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്. അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയും, എല്ലാ മതസ്ഥർക്ക് വേണ്ടിയും അദ്ദേഹം കാരുണ്യം ചൊരിഞ്ഞ് പ്രവർത്തിക്കും എന്നുള്ളൊരു അടിസ്ഥാനമായ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്.